കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എന്നൊന്ന് വിശകലനം ചെയ്യാതെ 1 മില്ലിമീറ്റർ പോലും കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് PM ശ്രീ ഇടിച്ചു നിൽക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയമായാലും PM ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടപ്പിലാക്കുന്ന PM ശ്രീ ആയാലും അതുപോലെ SSA ആയാലും RMC ഇല്ല ഇപ്പോൾ അത്തരം വിഷയങ്ങളായാലും ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് നടത്തുന്ന കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന PM ഉഷയായാലും എല്ലാം ചെന്ന് ഇടിച്ചു നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യത്തിലേക്കാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ബുദ്ധിജീവികളാണ്, രാഷ്ട്രീയ ബുദ്ധിജീവികളാണ്. ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള ആളുകളാണ്, ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകളാണ്. ഇനി വലതുപക്ഷത്തിലും അങ്ങനെ ബുദ്ധിജീവി ചിന്തിക്കുന്ന CP ജോണിനെ പോലുള്ള ആളുകളുണ്ട്. വലതുപക്ഷ പാർട്ടികളിലും അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലും ബൗദ്ധികമായി ചിന്തിക്കുന്ന CP ജോണിനെ പോലുള്ള ആളുകളുണ്ട്. അവർ ഉത്തരം പറയേണ്ടുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ എയറിലേക്ക് വിടുന്നത്. വളരെ ലളിതമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. എന്താണ് രാഷ്ട്രീയ പ്രതിസന്ധി? അതായത് EMSന്റെ കാലത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു കോയിനേജ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് സമരവും ഭരണവും. അപ്പോൾ EMSന്റെ കാലത്ത് തന്നെ നിരവധി ലേഖനങ്ങളിലൂടെ, ചിന്തയിലൂടെ, ദേശാഭിമാനിയിലൂടെ, നിരവധി തവണ പാർട്ടി ക്ലാസ്സുകളിലൂടെ ഒക്കെ EMS സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഭരണവും സമരവും. ഒരു വശത്ത് സമരം ചെയ്യുന്നത് പാർട്ടി CPMും CPI ഉള്ള ഇടതുപക്ഷ പാർട്ടികൾ സമരം ചെയ്യണം. അത് ഇടതുപക്ഷത്തിൻ്റെ നയം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അത് രാജ്യത്ത് ഏത് ഗവൺമെൻറ് വന്നാലും, ഏത് സ്റ്റേറ്റിൽ, ഏത് കേന്ദ്രത്തിൽ ആര് വന്നാലും, ഇനി BJP വന്നാലും ആണെങ്കിൽ, ഇപ്പോൾ BJP ആണെങ്കിലും, നേരത്തെ കോൺഗ്രസ് ആണെങ്കിലും, നാളെ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ CPM CPIയും കൂടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും, ഒരു സാങ്കല്പ്യമാണ്, വന്നാൽ പോലും CPMന്റെയും CPIയുടെയും വർഗ ബഹുജന സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിൽ 1 മില്ലിമീറ്റർ പോലും പിന്നോട്ട് പോകരുത്. ആനുകൂല്യം തരികയാണെങ്കിൽ സമരം ചെയ്ത് ആനുകൂല്യം വാങ്ങണം. മന്ത്രി എന്തെങ്കിലും കൊടുക്കാൻ അടുത്ത യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ കർഷക തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കോ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ അംഗനവാടികൾക്കോ, ആശാ വർക്കേഴ്സ് ഇല്ല എന്ന്, അങ്ങനെ ആർക്കെങ്കിലും 10 രൂപ 5 രൂപ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനം മുൻകൂട്ടി പാർട്ടിക്കാരെ അറിയിക്കുകയും പാർട്ടിക്കാർ ശക്തമായ സമരം ചെയ്യുകയും ആ സെക്രട്ടേറിയറ്റ് ഒന്ന് വളയുകയും സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് വന്ന് സമരം ചെയ്ത് ശക്തമായ വാഹന പ്രചരണ ജാഥയൊക്കെ നടത്തിയതിന് ശേഷമേ മന്ത്രി ഇത് പ്രഖ്യാപിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾ ഇത് അറിയേണ്ടത് സമരം ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത് എന്നുള്ളൊരു വർഗ ബഹുജന സമര സിദ്ധാന്തം EMS കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന എല്ലാം നടപ്പിലാക്കാൻ പറ്റില്ല. ഐക്യജനാധിപത്യ മുന്നണി പോട്ടെ, അത് പൊളിറ്റിക്കലായിട്ട് ഐഡിയോളജി ഇങ്ങനെ രണ്ട് രീതിയിലല്ല, അത് ഭരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയാണല്ലോ, അല്ലെങ്കിൽ സംവിധാനമാണല്ലോ. ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആശയപരമായ വിഷയങ്ങൾ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും CPIയിലും CPMലും പ്രത്യേകിച്ചുണ്ട്. കേരള കോൺഗ്രസിലും ജോസ് കെ മാണിയിലും അതുപോലെ തന്നെ മറ്റ് അബ്ദുറഹ്മാനിലൊന്നും അതില്ല. 2 പാർട്ടിയിൽ അതുണ്ട്, പിന്നെ RSPയിലും കുറേ അതുണ്ട്. അപ്പോൾ ഈ 2 പാർട്ടികൾ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സമരവും വികസനവും കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ സംഭവിച്ചത് 90കൾ വരെ സമരത്തിന് വലിയ അപ്പർ ഹാൻഡ് കിട്ടി. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഹർത്താലാണ്, സമ്പൂർണ്ണ ഹർത്താലാണ്. ബന്ദ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ബന്ധാണ്. അങ്ങനെ സമരം വളരെ വൈപ്പിച്ചിൽ പൊക്കൊണ്ടിരുന്നപ്പോൾ സമരത്തിനെതിരെ ഒരു ആശയം കൂടി കേരളത്തിൽ പാരലായി പൊതുജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നു. കോളേജ് എടുത്താൽ KSU കഴിഞ്ഞാൽ SFI, വലിയ സമരമാണ്. ചെറിയ കാര്യത്തിനും വലിയ സമരമാണ്. പിന്നെ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് സമരം, യുവജനങ്ങളെ ഇളക്കിവിട്ട് ഏത് കാര്യത്തിനും സമരം വരും. അപ്പോൾ സമരം ഒരു തലവേദനയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കേരളത്തിൽ ഇങ്ങനെ ഗ്രാജുവലായി വന്നു. വികസനം നടക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് വന്നു. നോക്കുകൂലി വന്നു, ഇരിപ്പുകൂലി വന്നു, നിപ്പുകൂലി വന്നു, പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളൊക്കെ വന്നു. ഫാക്ടറി തുടങ്ങിയാൽ, ഒരു ചെറുകിട സംരംഭം തുടങ്ങിയാൽ ഉടൻ അവിടെ കൊടിവയ്ക്കും, പൂട്ടുന്നു. ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ കയറി വന്നു. 90കൾ വരെ, സമ്പൂർണ്ണ സാക്ഷരത വരെ ഇതായിരുന്നു കൺസെപ്റ്റ്. പക്ഷേ സമ്പൂർണ്ണ സാക്ഷരത കഴിഞ്ഞതോടുകൂടി ശാസ്ത്ര സാഹിത്യ പരിഷത്തും, ഇത് പറയാതെ പോകാൻ പറ്റില്ല കേരളത്തിന് ഇനി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രത്യേകിച്ച് ഡോക്ടർ MB പരമേശ്വരനും, അതുപോലെ തന്നെ MB പരമേശ്വരനാണ് എൻ്റെ ബൗദ്ധിക ജീവി, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനുള്ള വിത്ത് ആൾ റെസ്പെക്ട് പറയട്ടെ, ഇന്നുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ കലാമിറ്റികൾക്കെല്ലാം അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് വലിയ പങ്കുണ്ട്. കാരണം അദ്ദേഹം ആണവശാസ്ത്രജ്ഞനായിരുന്ന് കേരളത്തിൽ വന്ന് EMSനോട് പാർട്ടി ചേരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിങ്ങൾ പാരലായി പോയി പരിഷത്ത് സംഘടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പരിഷത്തിനെ സംഘടിപ്പിച്ചത്. പരിഷത്ത് നേരത്തെ PT ഭാസ്കര പണിക്കരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരിഷത്തിൽ MB പരമേശ്വരൻ സാർ വരികയും പിന്നെ അതിൻ്റെ നേതൃത്വത്തിൽ വരികയും പിന്നെ അദ്ദേഹം മുടിചൂടാമന്നനായി ബൗദ്ധിക ആളായി മാറുകയൊക്കെ ചെയ്തു. അത് വേറെ കഥ, അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അദ്ദേഹവും CP നാരായണനും തോമസ് ഐസക്കും പിന്നെ അനിയനും, EMSന്റെ മകൻ അനിയനും, അങ്ങനെ പിന്നെ C ഭാസ്കരൻ, അങ്ങനെ ഒരു വലിയ ബൗദ്ധിക ത്രയമെന്നോ ബൗദ്ധികമായിട്ടുള്ള 4-5 ആളുകൾ ആണ് പിന്നെ CPMനെ അങ്ങോട്ട് നയിച്ചത്. അവർ കേരളത്തിൽ വെച്ചൊരു ആശയമാണ് വികസനമാണ് വേണ്ടത്. പഞ്ചായത്ത് എടുത്താൽ അവിടെ പ്രതിപക്ഷമില്ല. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം രാഷ്ട്രീയം.
തോമസ് ഐസക് സാറൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാഷ്ട്രീയമില്ല, അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല, ഒറ്റ പക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടൊക്കെ പ്രതിപക്ഷത്തുള്ളവരും വരും, എല്ലാവരും ഭരണപക്ഷമേ ഉള്ളൂ. പഞ്ചായത്തിൽ എന്തില്ല? പ്രതിപക്ഷ ഭരണപക്ഷമില്ല, ഒറ്റ പക്ഷമേ ഉള്ളൂ, വികസന പക്ഷം. അങ്ങനെ വികസനമാണ് വേണ്ടത്, വികസനമാണ് വേണ്ടത്, വികസനം 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 എന്നുള്ള വാക്ക് പറഞ്ഞ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ആദർശ കാഴ്ചപ്പാടുകളും പിറകിലോട്ട് പോയി. പിന്നെ വികസനത്തിൻ്റെ മത്സരമാണ് കേരളത്തിൽ നടന്നത്. എല്ലാത്തിനും തടസ്സം രാഷ്ട്രീയമാണ്, വരട്ട് തത്വവാദമാണ്, ട്രേഡ് യൂണിയനിസമാണ്, സമരമാണ്, ബന്ദാണ്, ഹർത്താലാണ് എന്നുള്ളൊരു ബോധം മലയാളിയുടെ ഉപബോധ മനസ്സിലേക്ക് കയറ്റിവിടുന്നതിൽ ഈ ഡോക്ടർ എം പി പരമേശ്വരൻ അടക്കമുള്ള, ഇക്ബാൽ അടക്കമുള്ള, RVG മേനോൻ സാർ അടക്കമുള്ള ആ ഒരു നിരക്കും കഴിഞ്ഞു. പിന്നെ MK പ്രസാദ് മാഷുണ്ടായിരുന്നു, മരിച്ചുപോയി, ആ ഒരു നിരക്കും കഴിഞ്ഞു. തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ CPM-നകത്തും കഴിഞ്ഞു. ജനകീയാസൂത്രണം വന്നതോടുകൂടി ഇതിൻ്റെ ഹൈ പിച്ചിലായി. അപ്പോൾ കേരളത്തിൽ പിന്നെ രാഷ്ട്രീയം ഒരു അശ്ലീലമായി മാറി. വികസനമാണ് പ്രധാനം. അങ്ങനെ ഒരു വികസന നായകനായിട്ടാണ് നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഒരു വികസന നായകനായി വന്നതുപോലെ കേരളത്തിൽ ഒരു വികസന നായകൻ വരികയാണ്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയത്തെ വെട്ടിമുറിച്ചുകൊണ്ട്, എല്ലാ നിയമങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട്, വരട്ട് തത്വവാദങ്ങളെ മുഴുവൻ വെട്ടിമുറിച്ചുകൊണ്ട്, ട്രേഡ് യൂണിയനുകൾ എന്ത് പറഞ്ഞാലും, ആരെന്തു സമരം നടത്തിയാലും, അത് ആശാ വർക്കേഴ്സ് ചെയ്താലും കൊള്ളാം, ട്രേഡ് യൂണിയൻകാർ ചെയ്താലും, ആരെന്ത് ചെയ്താലും അതിനും അപ്പുറമാണ് വികസനം എന്ന 4 അക്ഷരം ഇവിടെ വച്ചത്. പക്ഷെ സംഭവിച്ചു പോയൊരു കുഴപ്പം, ആ കുഴപ്പം കാണാൻ ഈ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും വന്നപ്പോൾ സംഭവിച്ച പോലെയാണ്. സോവിയറ്റ് റഷ്യയിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും വന്നപ്പോൾ, ഗർബച്ചവ് കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ ഒരു പാർട്ടി ലോക്കൽ സമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചു, ഒരു റബ്ബർ വെട്ടാൻ പോണ 2 പേര് ചോദിച്ചു, സഖാക്കളെ ഈ ലോക്കൽ സെക്രട്ടറിയോട് ചോദിച്ചു, റിപ്പോർട്ട് ചെയ്യാമെന്ന് സെക്രട്ടറിയോട് ചോദിച്ചു, സഖാവെ ഈ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്ക എന്താണെന്ന് ചോദിച്ചു. പക്ഷേ അന്ന് EMS പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പഠിച്ചിട്ടില്ല പാർട്ടി, നിങ്ങൾ റബ്ബർ വെട്ടാൻ പോണ റബ്ബറിൻ്റെ വിലയെക്കുറിച്ച് ചോദിച്ചു സഖാവെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്നൊരു കരക്കമ്പി കിടപ്പുണ്ട്. പഴയ കഥയാണ്, 40 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അത് സഖാക്കൾക്ക് ഇന്നും ആ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയുടെ അപകടം എന്തെന്ന് മനസ്സിലായിട്ടില്ല. എന്തിനാണത് വന്നത്, അതെന്താണ് ഈ ലോകത്തുണ്ടാക്കിയ വ്യത്യാസം എന്ന് മനസ്സിലായില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇന്ന് CPM-നകത്ത് രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആരുമില്ല. വല്ലപ്പോഴും ലേഖനം എഴുതുന്നുണ്ട് ദേശാമൽ എന്നല്ലാതെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആരുമില്ല. CPI-യിലുമില്ല. C രാജയും അതുപോലെ തന്നെ ഗോവിന്ദപ്പിള്ള വലിയ എഴുതുന്ന ആളായിരുന്നു. ഗോവിന്ദപ്പിള്ളയും ഉണ്ണിരാജയും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു CPI-യിൽ. അവരും നഷ്ടപ്പെട്ടു, അവരുമൊക്കെ മരിച്ചുപോയി. അത് കഴിയുമ്പോൾ ഞാൻ ചുരുക്കി തന്നെ വരുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ലോകം ഗ്ലോബലൈസേഷനിലേക്ക് പോയി, ആഗോളവൽക്കരണത്തിലേക്ക് പോയപ്പോൾ കേരളവും ഇന്ത്യയും തുറന്നു. നവ ലിബറൽ നയങ്ങൾ വന്നു. വേൾഡ് ബാങ്ക്, ADB, പിന്നെ UNICEF, IMF എല്ലാവരും കേരളത്തിൽ വന്നു, ഇന്ത്യയിൽ വന്നു. വികസനം 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 വികസന മന്ത്രം കുത്തിവെച്ചു. അപ്പോൾ പിന്നെ എങ്ങനെയും വികസനം, അതാണ് എന്തും വികസനം, നയത്തിനപ്പുറമുള്ള വികസനം എന്നുള്ള ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കേരളം പോയി. ആദർശ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു, വർഗസമര സിദ്ധാന്തം നഷ്ടപ്പെട്ടു, പിന്നെ അതുപോലെ തന്നെ തത്വാധിഷ്ഠിത നിലപാട് നഷ്ടപ്പെട്ടു. തത്വാധിഷ്ഠിത നിലപാടുകൾ പാർട്ടി ഫോറങ്ങളിലും സെമിനാറുകളിലും പ്രബന്ധങ്ങളിലും പാർട്ടി കോൺഗ്രസുകളിലും പഠന കോൺഗ്രസുകളിലും അവതരിപ്പിക്കാനുള്ളതാണ്. ഭരണം അതിനുള്ളതല്ല. ഭരണം 100% വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സിംഗപ്പൂർ മോഡൽ വികസനമാകാം, വൻകിട പദ്ധതികളുടെ വികസനമാകാം, എന്താണ് കെയറയിലാകാം, അതുപോലെ ഗെയിൽ പദ്ധതിയാകാം, ദേശീയപാതയാകാം, വൻകിട വിഴിഞ്ഞം പദ്ധതിയാകാം, വൻകിട പ്രോജക്റ്റുകളാകാം. അതാണ് വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കേരള സമൂഹത്തിൽ കുത്തിവെച്ചു. അത് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വയലാറിൽ പറഞ്ഞത്. വികസനത്തിന് ഒന്നും തടസ്സമാകരുത്, വികസനത്തോടൊപ്പം നിൽക്കുന്നവരും വികസനത്തിൽ മാറി വരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചാരായ ഷാപ്പ് നാട്ടിലുണ്ടായിരുന്നു, കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. അത് ബാർ ആയാലും വികസനമാണ്. അതൊരു മൾട്ടി ലെവൽ ബാർ, 7 സ്റ്റാർ ബാർ ഹോട്ടലായാലും വികസനമാണ്. ചെറിയ രീതിയിൽ വേശ്യാവൃത്തി നടത്തിക്കൊണ്ടിരുന്ന നാട്ടിൽ പല ലോകത്ത് ഓപ്പൺ സെക്സ് പല സ്ഥലത്തും അനുവദിക്കുന്ന പോലെ സെക്സിനാവശ്യമായ പാർലറുകളും കാര്യങ്ങളും അനുവദിച്ചാലും അതും വികസനമാണ്. മദ്യത്തിന് പകരമോടൊപ്പം ധാരാളം മദ്യം കൊടുക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നാൽ അതും വികസനമാണ്. സിഗരറ്റ് വലി പിൻവലിച്ചുകൊണ്ട്, സിഗരറ്റ് നിരോധനം വലിക്കുന്ന ഹാനികരമെന്ന് പറയാതെ അത് പിൻവലിച്ചുകൊണ്ട് ആളുകൾക്ക് സിഗരറ്റ് വലിക്കാൻ അവസരം കൊടുത്താൽ അതും വികസനമാണ്. കഞ്ചാവ് വലിക്കാൻ അവസരം കൊടുത്താൽ അതും വികസനമാണ്. ലഹരി പദാർത്ഥം അവസരം കൊടുത്താൽ അതും വികസനമാണ്. പക്ഷേ ഏതുതരം വികസനം വേണമെന്നുള്ള രാഷ്ട്രീയം കണ്ടെത്തുന്നതിൽ കേരളം പരാജയപ്പെട്ടു. ആ രാഷ്ട്രീയം കണ്ടെത്തുന്നതിലുള്ള കേരളത്തിലെ പരാജയമാണ് ഇന്ന് കാണുന്നത്. ആളുകളുടെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷനാണ്. NEP വേണോ, NEP വേണയോ, വിഴിഞ്ഞം വേണ്ടയോ, വിഴിഞ്ഞം വേണമോ, കേരളയിൽ വേണയോ വേണ്ടോ എന്നുള്ള വലിയൊരു വരട്ട് തത്വവാദ കൺഫ്യൂഷനിൽ
കേരളം നിൽക്കുകയാണ്. അവിടെയും ഒരു ചെറിയ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞു, EMS പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞെങ്കിലും ഈ തിരക്കിനിടയിൽ അതാരും ശ്രദ്ധിച്ചില്ല, ആരും കേൾക്കുന്നുമില്ല. എന്തായാലും ഭരണം ഒരു വഴിക്ക് പോകുന്നു, സമരമില്ല. സമരമുണ്ടെങ്കിൽ അത് വേറൊരു വഴിക്ക് പോകുന്നു. നമുക്ക് വേണം വികസനം, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം.